ഹായ്, സോളോ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന മെഷീന്, അതും എത്ര പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം. അതും ഒരു PVC പൈപ്പ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള PVC പൈപ്പ് അതും സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇത് ചൂടാക്കി നിവർത്തേണ്ടതുണ്ട്. ആദ്യം കട്ട് ചെയ്യണം, പിന്നെ ചൂടാക്കണം, നിവർത്തണം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കട്ടിങ്, സാധാരണ ഒരു പൈപ്പിൽ ലെയിൻ ഉണ്ടാവാറുണ്ട്, ഇതിന് ലെയിൻ ഇല്ല. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് ഈ ഹീറ്റ് അടുപ്പിച്ചിട്ട് ഒന്ന് നിവർത്തിയെടുക്കണം, ഒരു ഷീറ്റ് പോലെ ആക്കണം, എന്നിട്ടാണ് ബാക്കി പരിപാടി. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയ ആ 4-5 പൈപ്പ് PVC പൈപ്പ് നമ്മൾ ചൂടാക്കി നിവർത്തിയിട്ടുണ്ട്. ഇനി ഇതിൽ ചെറിയ 1-2 പണികൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ മെഷീൻ റെഡിയായി. അപ്പം നേരെ ഇതാ. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് 8 സെൻറ്റി അടയാളപ്പെടുത്തി, അതായത് ഒന്ന് ഇതിൽ 8 സെൻറ്റി അടയാളപ്പെടുത്തിയതിന് ശേഷം ഒരു കറക്റ്റായിട്ട് റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇതാ, ഈ റൗണ്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൽ ബ്ലേഡ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ലൈന്, സെൻറ്റർ വഴി ഒരു ലൈൻ ഇട്ടു. ലൈൻ ഇട്ടതിന് ശേഷം ഇവിടുന്ന് ഏതാണ്ട് ഒരു 4 സെൻറ്റി സെൻറ്ററിൽ നിന്ന് 1 സെൻറ്റി ഇങ്ങോട്ട് മാറ്റിയിട്ട് ഒരു 6 സെൻറ്റിയിൽ, അതായത് 1 സെൻറ്റി മാറ്റിയിട്ട് ബാക്കി 6 സെൻറ്റി, അതായത് 5 സെൻറ്റി നീളമുള്ള ഒരു ചെറിയ 2 ഹോള് ഇടേണ്ടതുണ്ട്. കറക്റ്റ് ചതുരത്തിൽ 2 സൈഡിലായിട്ടാണ് വേണ്ടത്. ഒന്ന് ഈ ഭാഗത്തും രണ്ടാമത്തത് ഈ രണ്ടാമത്തെ ഭാഗത്തേക്ക് കൊണ്ടുപോകണം. 1 2 3 6 സെൻറ്റി. റൗണ്ട് കട്ട് ചെയ്തെടുക്കണം, അതേപോലെ തന്നെ ഈ ഹോളും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ വീഡിയോയുടെ ലെങ്ത് കുറക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നതും ഈ ഹോൾ ഇട്ടതും നമ്മൾ കാണിച്ചിട്ടില്ല. ആ വരച്ച അതേപോലെ തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്യുക, ഇതേപോലെ തന്നെ ഹോൾ ഇടുക. പിന്നെ ബ്ലേഡ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോളുകൾ 2 ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം, എന്തൊക്കെയാണ് ഇനി ബ്ലേഡ് എങ്ങനെ വെക്കേണ്ടതെന്ന് കൂടി കാണിച്ചു തരാം. അപ്പോൾ അടുത്തത് ബ്ലേഡ് വെക്കുന്നത്. നമ്മൾ സെൻറ്റർ വരക്കാൻ വേണ്ടിയിട്ട് ഒരു പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോയിന്റിൽ ചെറിയൊരു ഹോളും ഇട്ടിട്ടുണ്ട്. ഇതെന്തിനാണെന്നുള്ളത്, ഇതിൽ ഒരു മോട്ടർ വരാനുണ്ട്. ആ മോട്ടറിനുള്ള ഷാഫ്റ്റ് കൊടുക്കാനുള്ള ഹോളാണ്. അപ്പം ഈ വർക്കുകൾ മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിൻ്റെ സ്റ്റാൻഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇതേപോലുള്ള ഒരു വലിയൊരു PVC പൈപ്പ് ഷീറ്റാക്കി മാറ്റിയിട്ട് അതിൽ ഇത് വെച്ചിട്ട്, അതായത് നമുക്ക് ആവശ്യമുള്ള ബ്ലേഡ് ഫിറ്റ് ചെയ്യാനുള്ള റൗണ്ടിൻ്റെ അതേ അളവിൽ തന്നെ ഒരു റൗണ്ട് ഇതേപോലെ റൗണ്ട് എടുക്കണം. ഹാഫായിട്ടാണ് റൗണ്ട് എടുത്തുള്ളത്. അതിൻ്റെ മുകളിൽ ഇത് മുഴുവനായിട്ട് കട്ട് ചെയ്ത് കളയരുത്, അതായത് ഒരു കുറച്ച് ഭാഗം ഒരു 1/4 ഇഞ്ചെങ്കിലും പുറത്തേക്ക് റൗണ്ട് ചെയ്താണ് വരക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഷീറ്റിൽ ഈ നമ്മളെ കട്ടിങ് ബ്ലേഡ്, അതായത് ബ്ലേഡ് ഫിറ്റ് ചെയ്യുന്ന റൗണ്ട് ഇതേപോലെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റാൻഡിന് ഇനി ആവശ്യമുള്ളത്, ഇതിൽ ബാക്ക് ഭാഗത്തായിട്ട് ഒരു മോട്ടർ വരും. ആ മോട്ടറിനുള്ള സെൻറ്ററിൽ ഒരു ഹോള് വേണം. സെൻറ്ററിലുള്ള ഹോളും ഇതിൻ്റെ ഹോളും ഒരേപോലെ ആയിരിക്കണം. അപ്പോൾ ബ്ലേഡ് വെക്കാനുള്ള റൗണ്ടും നമുക്ക് ഈ ഇവിടെ ആവശ്യമുള്ള സ്റ്റാൻഡിനുള്ള ഹോളും കൂടി സെറ്റായി കിട്ടും, ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലേഡിൻ്റെ റൗണ്ടിൻ്റെ സെൻറ്ററിൽ ഉള്ള ഹോൾ കൂടി വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ മറ്റേ അലൈൻമെൻറ്റുകൾ തെറ്റാനോ സാധ്യതയല്ല. അപ്പം ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകൾ, അതിന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. സാധാരണഗതിയിൽ ഇങ്ങനെയൊന്നും ഒരു പറച്ചിലിന് സാധ്യത കുറവാണ്. ഹോള് സെൻട്രലായി. ഇപ്പം ഇനി വേണ്ടത് ഒരു മോട്ടറാണ്. മോട്ടറും മറ്റ് അനുബന്ധ സാധനങ്ങളും കൂടി എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇത് കട്ട് ചെയ്തതിനു ശേഷം അതുകൂടി കാണിച്ചു തരാം. ഈ സ്റ്റാൻഡിലാണ് നമ്മൾ നമ്മളെ മോട്ടർ ഫിറ്റ് ചെയ്യേണ്ടത്. ഹോള് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് അടുത്തത്. അത് ഹോള് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോയിന്റ് ചെയ്തതും ഹോളും തമ്മിൽ മാറ്റം വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഹോള് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനിയുള്ളത് ഇതിന് 2 സൈഡിൽ സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 ഹോളാണ്. അപ്പോൾ അതിനെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് തന്നെ വളരെ കറക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിന് ആവശ്യമായിട്ടുള്ള 2 ഹോള്, അതായത് ഷാഫ്റ്റ് കയറാനുള്ള ഹോള്, സ്ക്രൂ കയറാനുള്ള ഹോളും കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഫിറ്റ് ചെയ്ത് നമുക്കിതിലേക്ക് നമ്മുടെ ബ്ലേഡ് സെറ്റ് ചെയ്തിട്ടുള്ള ആ ഭാഗം കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതും കൂടി കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞു. സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞത് ഒരു വെറുതെ പറഞ്ഞതല്ല, ഇത്രയും വർക്കുള്ളൂ ഇതിൽ സത്യത്തിൽ.
അപ്പോൾ നമ്മൾ ചെയ്തു വന്നത് ഇതേപോലെയാണ്. മോട്ടർ വെക്കാനുള്ള ഒരു സ്റ്റാൻഡ്, അതേപോലെ തന്നെ മോട്ടർ. ഇനി വേണ്ടത് നമ്മൾ ബ്ലേഡ് ഫിറ്റ് ചെയ്യാനുള്ള ഈ സംഭവങ്ങളാണ്. ഇതിങ്ങനെ ഫിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ബ്ലേഡ് ഫിറ്റ് ചെയ്യണതിൽ നമ്മൾ ഹോൾ ഇട്ടതിൽ ഇതേപോലെ 2 പേനാക്കത്തിൻ്റെ ബ്ലേഡാണിത്. ബ്ലേഡ് ഈ രൂപത്തിൽ ഇതിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ബ്ലേഡ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ബ്ലേഡിൻ്റെ അളവ് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സൈഡിലായിട്ട് ഈ 2 സൈഡിൽ ഓരോ സ്ക്രൂ കൊടുത്തു. അത് ബ്ലേഡ് കുറച്ച് പൊങ്ങി നിൽക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇതേപോലെ അളവ് ചെയ്തിട്ട് 2 വാഷറുകൾ അതേപോലെ തന്നെ ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടോ? ഇത് ബ്ലേഡ് പൊങ്ങി നിൽക്കാനും ഇത് ക്ലിയർ ആക്കി ഇതിനുൾഭാഗത്ത് ടൈറ്റാക്കി നിർത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചാണ് ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ പൊങ്ങി ഇതിങ്ങനെ സ്ക്രൂ വെച്ചിങ്ങനെ കുറച്ച് പൊങ്ങി നിൽക്കുള്ളൂ. പൊങ്ങി ഇങ്ങനെ ഇത് കട്ടായി പോകാനുള്ള ഇത് കൂടുതൽ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊക്കി വെച്ചിട്ടുള്ളത്. സ്ക്രൂ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് പുറത്തേക്ക് കളയാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ സ്റ്റാൻഡായി, അതേപോലെ തന്നെ ബ്ലേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ബ്ലേഡ് സെറ്റ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബ്ലേഡിൻ്റെ ഭാഗം ഉൾഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ സെറ്റ് ചെയ്യണം. അത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ മോട്ടറിൽ ഒരു ഷാഫ്റ്റ് കൊടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ. അതായത് ഷാഫ്റ്റും ഇതേപോലെ നമ്മൾ റെഡിമെയ്ഡ് ഇതിൻ്റെ കൂടെ തന്നെ വാങ്ങിയതാണ്. നെറ്റിൽ ഹോൾ ഇട്ടിട്ടും ഒക്കെ ഇതേപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പെട്ടെന്നാവാൻ വേണ്ടിയിട്ടും സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒന്ന് ഒരു സംവിധാനം ചെയ്തേക്കാണ്. അത് ഇതേപോലെ ഒരു വാഷർ ഇട്ടു. ഇതിന് കൂടെ തന്നെ ഉള്ളതാണ് ഈ വാഷറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഷാഫ്റ്റിലേക്ക്, അത് മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇങ്ങനൊരു സംവിധാനം ചെയ്തിട്ടുണ്ട്. ഒരു കണക്ഷനാണിത്. ഇത് മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് നേരെ കയറ്റുക, ഇതിങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതിനിപ്പോൾ നമ്മൾ ഈ സ്റ്റാൻഡിൻ്റെ വർക്ക് കഴിഞ്ഞു. അതേപോലെ തന്നെ ഹോൾ ടു വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഹോള് നിർബന്ധമാണ്. കാരണം ഇതിൽ കയ്യിലൊന്നും തട്ടാതെ ഈ ബാക്ക് സൈഡിൽ കൂടി ഇത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഒരു സംവിധാനം ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം കയ്യിനൊക്കെ പ്രശ്നം വരും. ഈ ഒരു പൈപ്പ് കൂടി ഉണ്ടെങ്കിൽ ഇത് സേഫ്റ്റിയാണ്. അപ്പോൾ നമ്മൾ നേരിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. ഹോള് അടിപൊളിയായിട്ട് ഹോൾ ഇടണം. അല്ലാത്ത പക്ഷം ഈ പൈപ്പ് അവിടെ ഫിറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത് ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച ഹോള് ഇതാണ്. ഈ ഹോളിട്ടു, ഈ പൈപ്പ് ഇടുകയും ചെയ്യുക. പിന്നെ അതിൻ്റെ പുറത്ത് നമ്മൾ ഈ ബ്ലേഡ് ഇതേപോലെ ഇതിനടുത്തേക്ക് കണക്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വർക്ക്. ഇനി ഈ ഷാഫ്റ്റിലുള്ള ഇവിടെ 2 സ്ക്രൂ ഉണ്ട്, അത് ടൈറ്റ് ആക്കുക. ഇതിവിടെ പശയിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് ഈ സ്റ്റാൻഡ് ഒന്ന് സെറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡ് ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ ലെങ്ത്ത് കുറക്കാൻ വേണ്ടിയിട്ട് ഇത് മുൻകൂട്ടി ഞങ്ങൾ ഇത് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു PVC പൈപ്പ് തന്നെ, കനം കുറഞ്ഞൊരു PVC പൈപ്പ് ഇതേപോലെ നിവർത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടിക്കുന്നുമുണ്ട്. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ വെജിറ്റബിൾ കട്ടിംഗ് മെഷീൻ ഉണ്ടാക്കിയതിൽ നമ്മൾ ആദ്യത്തെ അളവ് ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇത് ആദ്യം നമ്മൾ സെൻറ്ററിൽ നിന്ന് 8 സെൻറ്റി വെച്ചിട്ടാണ് റൗണ്ട് അടിച്ചത്. ഇത് 12-11 സെൻറ്റിയോളം വെച്ചിട്ടാണ് മൊത്തത്തിൽ റൗണ്ട് അടിച്ചത്. അപ്പോൾ ഏതാണ്ട് വലിയ ഒരു ഷീറ്റ് തന്നെ ഇതിന് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ചെറുതിൽ ഞങ്ങൾ കട്ട് ചെയ്ത സമയത്ത് ഇങ്ങനെ ചതയാണ് ചെയ്തത് കറക്റ്റായിട്ട്. അതായത് വളരെ നേരത്തെ നൈസായിട്ടുള്ള പീസുകളാണ് വന്നത്. അത് താഴെ അടിക്കുന്ന സമയത്ത് അത് ചതഞ്ഞു പോയി. അപ്പോൾ നമ്മൾ എല്ലാത്തിനും വട്ടം കൂട്ടിയിട്ടുണ്ട്. അതായത് 8 സെൻറ്റി എന്നുള്ളത് 12 ആക്കി. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്, മാറ്റം വരുത്തിയതാണ്. അപ്പോൾ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് നമ്മൾ ഇവിടുന്ന് ടെസ്റ്റിങ് ചെയ്യുന്നതും കൂടി ഇത് തന്നെയാണ്. വലിയത് ഉണ്ടാക്കിയതിന് ശേഷം ടെസ്റ്റിങ്, ഇത് വീഡിയോ പിടിക്കുന്നതൊക്കെ ഒരേ സമയം തന്നെയാണ്. പിന്നെ നമ്മൾ അതിൽ ഒരു ബാറ്ററി വെച്ചിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി കണക്ഷൻ കൊടുക്കാൻ പറ്റിയ ഒരു തരം മോട്ടറാണ് ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്യാണ്, ഒരു കൈപ്പങ്ങ എടുത്ത് കട്ട് ചെയ്യാണ്. ആ ടെസ്റ്റ് ചെയ്യുന്നതും ഇത് ചെയ്തതും ഒക്കെ ഒരുമിച്ചാണ്. എന്തൊക്കെ സംഭവിക്കാന്ന് അറിയില്ല. കട്ടായി കറക്റ്റ് ആവും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തത് അടിപൊളിയായിട്ടുണ്ട്. കണ്ടോ, ഇവിടെ കട്ട് ചെയ്തത് നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പെരുക്ക് കട്ട് ചെയ്തെടുക്കുന്ന അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാം ഉഷാറായിട്ട് കിട്ടി. അതായത് ഇത് കട്ടായി വരാൻ വളരെ കുറഞ്ഞ സെക്കൻഡുകൾ മതി കേട്ടോ. വളരെ കുറഞ്ഞ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അത് വെച്ച് കൊടുക്കുന്ന അതേ സ്പോട്ടിൽ തന്നെ കട്ടായി വരികയാണ്. അടിപൊളി. അപ്പോൾ നമ്മൾ ചെയ്തത് ഉഷാറായി. ഒരു കക്കരിയും കൂടി കയ്യിലുണ്ട്. ആ കക്കരിയും കൂടി ഒന്ന് ചെയ്ത് നോക്കട്ടെ.
അപ്പോൾ നമ്മളെ കയ്യിലുള്ള ഒരു കക്കരി കട്ട് ചെയ്ത് നോക്കുകയാണ്. നമ്മളെ കക്കരി കട്ട് ചെയ്തതും അതേപോലെ തന്നെ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ സംഭവിച്ചത് കയ്പ വെച്ച് കൊടുത്ത സമയത്ത് മുന്നിക്ക് പോയിട്ടുണ്ടായിരുന്നു. കക്കരി കുറച്ചും കൂടി സ്പീഡിൽ മുന്നിക്ക് പോയി. ഇതാ കിടക്കണേ. അപ്പൊ മുന്നിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലോക്ക് ആക്കി വെച്ചതിന് ശേഷം വേണം ചെയ്യാൻ. ഒറ്റ വെക്കിന് ഒരു സെക്കൻഡ് ഫുള്ളാണ്. ഇതിന് മുമ്പാണ് ഒരു കക്കരി മുഴുവനായിട്ട് തെറിച്ചു പോയത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ബ്ലോക്ക് ആക്കിയിട്ട് ഒരു ഗാർഡ്, ഒരു സേഫ്റ്റി ഗാർഡ് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്ന പാടെ പെട്ടെന്ന് സ്പീഡായിട്ട് പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു വഴുതനയും കൂടി കയ്യിലുണ്ട്. ഒരു വഴുതന കട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. വഴുതനയും കട്ടായി അടിപൊളിയായിട്ട് കട്ടാവുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡുകൾ മതി. വെറും സെക്കൻഡുകൾ കൊണ്ടാണ് ഇത് കട്ടായിട്ട് മുന്നേക്ക് പോകുന്നത്. കണ്ടോ, വെജിറ്റബിൾ കട്ടാക്കിയതല്ല ഒന്നും പിന്നെ വേസ്റ്റ് ആയിട്ടില്ല, എല്ലാം അടിപൊളിയായിട്ട് കട്ടാവുന്നുണ്ട്. ഇനി പെയിന്റ് അടിച്ചെന്ന് ഉഷാറാക്കി എടുക്കാനും കൂടി ഉണ്ട്. അപ്പോൾ നമ്മളെ കട്ട് ചെയ്തത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ.